പോകേണ്ടതുണ്ട്. സാമ്പത്തിക ഞെരുക്കത്തിൽ ജനം പൊറുതിമുട്ടുന്നു എന്നാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് വിവിധ മേഖലകളിലെ കണക്കുകൾ നമ്മളോട് പറയുന്നത്. മെഡിക്കൽ കോളേജിലേക്ക് നോക്കിയാൽ മരുന്ന് ക്ഷാമമുണ്ട്. റേഷൻ വിതരണം പ്രതിസന്ധിയിലാക്കി വാതിലടച്ച് വാതിൽപ്പടി സേവനമുണ്ട്. കുട്ടികളുടെ ജീവിതത്തിന് കരുത്താകേണ്ട കാവൽ പദ്ധതിക്കും അനക്കമില്ല. ജനങ്ങളുടെ ദുരിത ജീവിതത്തിൽ അധികാരികൾക്ക് മറുപടിയില്ലേ എന്നാണ് ചോദ്യം. റിപ്പോർട്ടർ മിനി ലൈവത്തോടാണ്. സാമ്പത്തിക ബാധ്യതയുണ്ട്. തീർച്ചയായും കേന്ദ്ര സർക്കാർ അതിന് പരിഹാരം കണ്ടെത്തണം. ഒപ്പം തന്നെ ജനങ്ങളിലേക്ക് എത്തുന്ന ജനകീയമായ വിഷയങ്ങളിൽ അടിസ്ഥാനമായി സാമ്പത്തിക പ്രതിസന്ധി ബാധിച്ചു തുടങ്ങുന്നു എന്നാണ് വിവിധ മേഖലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സുനോജ് തോമസും VS രഞ്ജിത്തും AK അഭിലാഷും നമുക്കൊപ്പം ചേരും. ആദ്യം നമ്മൾ സുനോജിലേക്കാണ് പോകുന്നത്. സംസ്ഥാനത്തെ റേഷൻ വിതരണം വീണ്ടും പ്രതിസന്ധിയിലേക്ക് എന്ന വാർത്തയാണ് സുനോജ് റിപ്പോർട്ട് ചെയ്യുന്നത്. വാതിൽപ്പടി സേവനം മുടങ്ങിയിട്ട് 2 ആഴ്ച. കടകളിലെ ഭക്ഷ്യസാധനങ്ങൾ തീർന്നു തുടങ്ങുന്നു. റേഷൻ വ്യാപാരികളുടെ പ്രതികരണം നമുക്ക് കിട്ടി. 3 മാസത്തെ കുടിശ്ശികയാണ് കരാറുകൾക്ക് നൽകാനുള്ളത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 27 മുതൽ സമരം നടത്താനാണ് റേഷൻ വ്യാപാരികളുടെ തീരുമാനം. സുനോജ് തോമസ് ചേരുന്നു. സുനോജ്, ഗുഡ് മോർണിംഗ്. സുനോജ്, ഈ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് പോവുകയാണ്. കരാറുകാർക്കും കുടിശ്ശിക വല്ലാതെയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ വിവരം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ കുറച്ച് പൈസ എന്തോ കൊടുത്തു. ഇപ്പോൾ വീണ്ടും കുടിശ്ശികയായോ? ഇങ്ങനെ പോയാൽ വരുന്ന ദിവസങ്ങളിൽ റേഷൻ വിതരണം, വാതിൽപ്പടി സേവനമൊക്കെ പൂർണ്ണമായും നിലയ്ക്കാനാണോ സാധ്യത? അതോ ഇതിനകം തന്നെ എല്ലാം നിലച്ചു കഴിഞ്ഞോ? അരുൺകുമാർ, വാതിൽപ്പടി സേവനം 1-ാം തീയതി മുതൽ നിലച്ചിരിക്കുകയാണ്. ഒന്നിടവിട്ട മാസങ്ങളിൽ ഈ റേഷൻ വ്യാപാരികളും വാതിൽപ്പടി സേവനം നൽകുന്ന കരാറുകാരും സമരം ചെയ്യേണ്ട ഗതികേടിലാണ്. കഴിഞ്ഞ നവംബറിലാണ് റിപ്പോർട്ടർ TV തന്നെ ഈ വിഷയം ചർച്ചയാക്കുകയും ഭക്ഷ്യമന്ത്രിയെ ഫോണിൽ വിളിക്കുകയും അങ്ങനെ മന്ത്രി വിഷയത്തിൽ ഇടപെട്ട് താൽക്കാലികമായി 21 കോടി രൂപ അനുവദിച്ചെന്ന് പറഞ്ഞ് സമരം അന്ന് അവസാനിപ്പിച്ചു. പക്ഷേ ഇപ്പോഴിതാ 3-3.5 മാസത്തെ കുടിശ്ശികയാണ് വാതിൽപ്പടി സേവനം നൽകുന്ന കരാറുകാർക്ക് നൽകാനുള്ളത്. അതായത് ഗോഡൌണിൽ നിന്ന് അരിയും സാധനങ്ങളും ലോറിയിൽ കയറ്റി റേഷൻ കടയിൽ ഇറക്കി കൊടുക്കുന്ന കരാറുകാരാണ്. അവർക്ക് ലോറി വാടകയുണ്ട്, ഡീസൽ ചെലവുണ്ട്, തൊഴിലാളികളുടെ കൂലിയുണ്ട്. അങ്ങനെ ഒരു മാസം തന്നെ ലക്ഷങ്ങളാണ് ഒരു കരാറുകാരന് ലഭിക്കാനുള്ളത്. അങ്ങനെ കുടിശ്ശിക വന്ന് കടബാധ്യത വന്നതിനെ തുടർന്നാണ് ജനുവരി 1 മുതൽ നിർത്തിവെച്ചിരിക്കുന്നത്. ഇത് എങ്ങനെ സാധാരണക്കാരനെ ബാധിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിൽ ഒരു റേഷൻ കടയാണ്. അതായത് ഒരു മാസത്തിന് അവസാന ഭാഗത്തേക്ക് കടക്കുന്ന സമയത്താണ് ആളുകൾ സ്വാഭാവികമായിട്ട് റേഷൻ കടയിലേക്ക് വന്ന് അരിയും സാധനവും വാങ്ങുക. ആ സമയത്ത് റേഷൻ കട നിറയെ അരിച്ചാക്കുകൾ കാണേണ്ടതാണ്. നോക്കൂ, ഈ കട നോക്കൂ. കടയിൽ പകുതിയിൽ താഴെ മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത്. ഇവിടെ എത്തുന്ന ആളുകൾക്ക് മതിയായ രീതിയിൽ അരി നൽകാനുള്ള സ്റ്റോക്ക് ഇല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം 4 തരത്തിലുള്ള റേഷൻ കാർഡുണ്ട്. മഞ്ഞ, പിങ്ക്, നീല, വെള്ള. ഈ കാർഡുകൾക്ക് യഥാക്രമം POS മെഷീനിൽ ക്രമീകരിക്കുന്ന രീതിയിലാണ് അരി നൽകേണ്ടത്. നമുക്ക് റേഷൻ വ്യാപാരി ചോദിച്ചു നോക്കാം, ചേട്ടാ വരുന്ന എല്ലാവർക്കും കൊടുക്കാനുള്ള അരി ഉണ്ടോ? എവിടെ അരി? ഇവിടെ അരി മഞ്ഞ കാർഡിനും പിങ്ക് കാർഡിനും കൊടുക്കാനുള്ള അരി തീർന്നിട്ട് കുറേ ദിവസമായി. കേരളത്തിലെ പല കടകളിലും ഈ അരി കുറവാണ്. അതുപോലെ തന്നെ ഈ മഞ്ഞ കാർഡിനും പിങ്ക് കാർഡിനും കൂടാതെയുള്ള നീല കാർഡിനും വെള്ള കാർഡിനും കൊടുക്കാനുള്ള ഒത്തിരി അരി മാത്രമേ ഇവിടെയുള്ളൂ. വേറെ അരി, അതായത് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട അരി, അത്യാവശ്യം കൊടുക്കേണ്ട പിങ്ക്, മഞ്ഞക്കാടിന് കൊടുക്കാനുള്ള അരി ഇല്ല. എവിടെയില്ല. കേരളത്തിൽ മിക്ക 80% കടകളിലും ഈ അരി തീർന്നിരിക്കുകയാണ്. കാരണം ഇവരുടെ ഈ സമരം തീരാതെ ഈ അരി എടുക്കാൻ കഴിയില്ല എന്നാണ് കരാറുകാർ. ഇതിന് മുൻപ് സമരം നടക്കുന്ന സമയത്ത് മന്ത്രി എപ്പോഴും ആവർത്തിക്കുന്നതാണ് റേഷൻ കടയിൽ സ്റ്റോക്ക് അരിയുണ്ടെന്ന്. നമ്മൾ നോക്കുമ്പോഴും അരിച്ചാക്ക് കാണാം. ഈ ചാക്ക് എന്താ? ഇവിടെയും ചാക്കിട്ട് കാണുന്നുണ്ട്. ഇത് വരുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? അത് ഗോതമ്പല്ലേ. ഗോതമ്പ് അരിക്ക് പകരം ഗോതമ്പ് കൊടുക്കാൻ പറ്റുമോ? ഗോതമ്പ് കൊടുക്കാൻ പറ്റില്ല. ഇതിൽ ക്രമീകരിച്ചാലല്ലേ ഗോതമ്പ് എന്തായാലും തന്നെ ഇതിൽ ക്രമീകരിക്കണമല്ലോ. POSിൽ ക്രമീകരിക്കണം. ഇപ്പോൾ തന്നെ POSിനെ സംബന്ധിച്ചിടത്തോളം ഈ കടകളിലുള്ള സാധനം വിൽക്കണമെങ്കിൽ കോംബോ സിസ്റ്റമോ അതല്ലെങ്കിൽ മൈനസ് സിസ്റ്റമോ ആക്കിയിട്ട് ഇവിടെ ഉള്ള അരി കൊടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഞങ്ങൾ 27-ാം തീയതി സമരത്തിലേക്ക് പോകണം. അതിലേക്ക് വരാം. ഈ വരുന്ന ആളുകൾ അരി ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങളോട് എന്താ പറയുന്നത്? സാധാരണക്കാർ വരുന്നിടം റേഷൻ കടക്കാരനെ പഴി ചാരിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് ഞങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരായിക്കൊണ്ടാണ് നിൽക്കുന്നത്. കാരണം ഏത് സമയത്തും ഏത് സമരം വന്നാലും എവിടെ നിന്ന് എന്താണ് എന്നറിയാതെ റേഷൻ കടക്കാരന് പഴി ചാരുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. അതിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ സ്ഥിരമായി ഒരു സമരവും ഇല്ലാതെ മുന്നോട്ട് പോകും. നിങ്ങളും അനിശ്ചിതകാല സമരത്തിലേക്ക് പോകല്ലേ ഈ മാസം മുതൽ? എന്തൊക്കെ പ്രധാന ആവശ്യങ്ങൾ? ഞങ്ങൾ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനുള്ള കാരണം ഉണ്ടല്ലോ. വേതന പാക്കേജ് 6 മാസം എന്നുള്ളത് ഈ മിഷൻ വരുന്നതിന് POS മിഷൻ വരുന്ന ആ കാലത്ത് 6 മാസം എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ 6 കൊല്ലം കഴിഞ്ഞു. 7ാമത്തെ കൊല്ലമാണ്. വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. വേതന പാക്കേജ് ഇതുവരെ പരിഷ്കരിച്ചിട്ടില്ല. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പേയ്മെൻറ്റ് സിസ്റ്റം അത് ഞങ്ങൾ ഉപേക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾ പറയുകയാണ്.
അരുൺകുമാർ, അതായത് വാതിൽപ്പടി സേവനം കരാർ ആ സമരം അവസാനിപ്പിച്ചാലും റേഷൻ വ്യാപാരികൾ ഈ മാസം മുതൽ സമരത്തിലേക്ക് പോവുകയാണ്. അതായത് ഈ ജനുവരി മാസം പുതുവർഷത്തിലെ ഈ ആദ്യ മാസം തന്നെ റേഷൻ വിതരണം പ്രതിസന്ധിയിലേക്ക് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അരുൺകുമാർ. അത് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോകും. സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടേണ്ടതുണ്ട്. വാതിൽപ്പടി സേവനങ്ങളെല്ലാം 1-ാം തീയതി മുതൽ നിലച്ച മട്ടാണ്. ഇന്ന് 13-ാം തീയതിയാണ്. കാര്യങ്ങളിൽ മുന്നോട്ട് പോയാൽ എങ്ങനെയാകും എന്നൊരു ആശങ്കയുണ്ട്. റേഷൻ വ്യാപാരികളടക്കം പറയുന്നു കരാറുകാർക്ക് ഇപ്പോൾ പണം കുടിശ്ശികയായിട്ട് നൽകാനുണ്ട്. അതും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. 3 മാസത്തെ കുടിശ്ശികയാണ് കരാറുകാർക്ക് നൽകാനുള്ളത്. തീർച്ചയായിട്ടും അവർ അരി തരില്ല. അരി തരാതിരിക്കുമ്പോൾ പിന്നെ എങ്ങനെ റേഷൻ കടയിൽ പോയി അരി വാങ്ങും? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വ്യാപാരികൾ കൈമലർത്തും. സ്വാഭാവികമായ വ്യാപാരികളോട് ആളുകൾ ചൂടാവും. ഈ നമ്മളുടെ ഒരു വിചാരം റേഷൻ കടയിൽ ഇരിക്കുന്ന ചങ്ങാതിയാണ് ഈ അരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണല്ലോ. അങ്ങനെയല്ല. പാവം അവർ റേഷൻ വ്യാപാരികൾ മാത്രമാണ്. അവർക്ക് അവിടെ അരി എത്തിയാൽ മാത്രമല്ലേ നിങ്ങൾക്ക് വിതരണം ചെയ്യാൻ സാധിക്കൂ. അരി എത്തണമെങ്കിൽ പണം കൊടുക്കണം. പണം കൊടുക്കണമെങ്കിൽ പണം വേണം. പണത്തിന് പണമല്ലാതെ മറ്റെന്താണ് സാധ്യതയുള്ളത്? അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെങ്കിൽ പോലും അടിസ്ഥാനമായിട്ട് ഈ റേഷൻ കടകളിൽ ഇതേപോലെ വാതിൽപ്പടി സേവനങ്ങൾ മുടങ്ങുന്ന കാര്യത്തിലൊക്കെ സർക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ മാസം 27-ാം തീയതി മുതൽ റേഷൻ വ്യാപാരികൾ സമരം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരവും ഉണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇത് ഏതെങ്കിലും തരത്തിൽ